ലൈഫിൽ ഇപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുന്ന സമയത്തൊക്കെ അതിനു മുമ്പും ഈ കവലകളിൽ കൂടിയിരുന്ന് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. അത് ഓരോ വ്യക്തികളുടെ ഒരുപാട് ശബ്ദങ്ങൾ സ്വാതന്ത്ര്യവും അവിടെ ഇവിടുന്ന് ഇഷ്ടമാണ്. വരും മോളെ. നമ്മുടെ അവിടുത്തെ അടുത്തേക്ക് ഉപദ്രവമായിട്ട് വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇവിടുത്തെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ പോകും. അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. അറിയാവുന്നവർക്കറിയാം, അല്ലാത്തവര് അവരുടേതായ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കൊന്നും ചെയ്യാനില്ല. ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും. കൂളൊന്നും അല്ല ആക്ച്വലി. അങ്ങനെ ഒരു വലിയൊരു വിഷയമായിട്ട് അമ്മ പിന്നെയും ചേച്ചിക്ക് ഒരുപാട് ഷോസും അല്ലെങ്കിൽ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ എബ്രോഡും ഉണ്ട് അല്ലേ? അപ്പൊ പണ്ട് അങ്കിൾക്കും ആന്റിക്കൊക്കെ ചേച്ചിനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പേടിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പേടിയൊക്കെ മാറിയോ? ഇല്ല, എപ്പോഴും ഞങ്ങളിൽ ആരെങ്കിലും ഉണ്ടാവും. എപ്പോഴും അച്ഛനുണ്ടാവാറ്. അതെ അതെ അതെ. ഇപ്പോഴും ആ ഒരു പേടി ഇപ്പോഴും. പേടിയല്ലടാ, നമ്മുടെ കുഞ്ഞ് നമ്മളുടെ അടുത്ത് വേണം. അത് പേടിച്ചിട്ടോ അല്ലേ മറ്റു കാര്യങ്ങൾ കൊണ്ടോ അല്ല മോളെ. പുള്ളിക്ക് തന്നെ പോകാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടോ അല്ല. നമ്മളതിലൊരു നമ്മളെപ്പോഴും കൂടെ ഉണ്ടാകുന്നതാണ്. അവർക്ക് അച്ഛൻ കൂടെ ഉണ്ടാവുന്ന അച്ഛന് സന്തോഷം, അമ്മ കൂടെ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടും പോകുമ്പോ അമ്മയുടെ ഒരു 100 മിസ് കോള് കാണുമോ ഫോണില്? എവിടെ എത്തി? അങ്ങനെയൊന്നുമില്ല. പ്രോഗ്രാം ഇനോഗ്രൽ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇടയ്ക്ക് വഴിയിലൊക്കെ വിളിക്കാം. നമ്മളെപ്പോഴും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ഹണി റോസ്. ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ മണിക്കുട്ടന്റെ നായികയായിട്ടാണ് ഹണി റോസിനെ നമ്മൾ ആദ്യം കാണുന്നത്. എന്നാൽ പിന്നീട് നമ്മുടെ മോഹൻലാലിന്റെ നായികയായിട്ട് വരെ ഹണി റോസ് എത്തിയിട്ടുണ്ട്. ഹണി റോസിന്റെ പല ചിത്രങ്ങളും വളരെ വൻ വിജയമായില്ലെങ്കിൽ കൂടിയും പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. മറ്റുള്ള നടിമാരെക്കാൾ ഉപരി ഒരു ഹോളിവുഡ് ബോളിവുഡ് ലുക്കൊക്കെയുള്ള നടിയാണ് ഹണി റോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിനിമ സീരിയൽ ഫീൽഡ് അല്ലെങ്കിൽ സിനിമ അഭിനയം എന്നതിലുപരി ഉദ്ഘാടന വേദികളിലാണ് നമ്മൾ ഹണി റോസിനെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഉദ്ഘാടന വേദികളിൽ ഹണി റോസ് എത്തുന്ന ലുക്കിനെ പറ്റിയൊക്കെ വളരെ വലിയ ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. ആ ലുക്കിലേക്ക് എത്താനും ആ ലുക്ക് അനുകരിച്ചുകൊണ്ടുമൊക്കെ നിരവധി പേർ എത്താറുണ്ട്. ഹണി റോസിന് എല്ലാവരോടുമുള്ള ഒരു അടുപ്പവും അല്ലെങ്കിൽ എല്ലാവരോടും കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റും ജനങ്ങളോടുള്ള ഒരു സ്വീകാര്യതയും എല്ലാം വേറെയാണ്. പല താരങ്ങളും ജനങ്ങളുടെ അടുത്ത് നിന്നും ഒരു അകലം പാലിക്കുമ്പോൾ പല ഉദ്ഘാടന വേദികളിലും ജനങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന ഹണി റോസിനെ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹണി റോസിനെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ പ്രായം കൂടുകയാണല്ലോ, താരത്തിന് വിവാഹമൊന്നും വേണ്ടേ എന്ന് പലപ്പോഴും ആരാധകർ ചോദിക്കാറുമുണ്ട്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിനെ ഇങ്ങനെ കല്യാണം കഴിക്കുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. നിർത്തി, ഞാൻ എല്ലാം നിർത്തി. ഞാൻ വളരെ ഒതുങ്ങി മാറി നിൽക്കുക. അതായത് അങ്ങനെ പറഞ്ഞു വരുമ്പം പിന്നെ അത് സംസാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഒരാൾക്ക് കല്യാണം ഇപ്പൊ ഉടനെ വേണ്ടെന്നാണ്, അടുത്തയാൾക്ക് കല്യാണം ഇപ്പം വേണമെന്നാകുമ്പോ ചേച്ചിക്ക് ഇപ്പൊ വേണ്ടെന്നാണ് ചേച്ചി പറയാം. അപ്പൊ അതൊക്കെ ആയിക്കോളും. ഞാൻ പറയില്ല, നല്ലൊരാള് വരാണെങ്കിൽ ഒന്നും പ്രശ്നമില്ല. പക്ഷെ നല്ലൊരാള് വരണം, നമുക്കത് അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അത് കംപ്ലീറ്റ്ലി ഉത്തരവാദിത്തം ഏറ്റെടുത്തേക്കണേ ചേച്ചിയാണോ അതോ ഹാഫ് പപ്പയ്ക്ക് അമ്മയ്ക്കാണ് വിട്ടുകൊടുത്തേക്കണേ? അപ്പൊ അമ്മയാണോ ഇനി കണ്ടുപിടിക്കാനൊന്നും ഒരു വിഷയമല്ല. അവൾ എന്ത് പറയുന്നു, ഇവര് രണ്ടും വേറൊരു ലോകത്താ. നമ്മള് സാധാ മനുഷ്യരുടെ ലോകമല്ല ഇവർക്ക്. ഞാൻ തമാശ പറഞ്ഞല്ല. നിങ്ങള് മനസ്സമാധാനവും സ്വസ്ഥതയും പറയുന്ന ഒരേ കാര്യം പറയുമ്പോ ഇന്ന് ദിവസം സന്തോഷമായിട്ട് പോവുക, നാളെ ഉണ്ടോ ഇല്ല, അങ്ങനെ ഒരു ഇതാണ് ഇവര് പറയുന്നത്. ഞാൻ എന്നും ഉള്ള മട്ടില്ല ഞാൻ സംസാരിക്കുന്നത്. അമ്മ ഇന്ന് കഷ്ടപ്പെടണം, ഇന്നുള്ള ടെൻഷനെല്ലാം അടിച്ചിട്ട് നാളെ എവിടെയോ നന്നാവാനുള്ള അങ്ങനെ ദൂരെ അത് കാണുന്നത്. ഈ പണ്ടത്തെ ആൾക്കാർ അതെ അതെ, എല്ലാവരും അങ്ങ് ദൂരെ എപ്പോഴോ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പൊ ഇന്നെല്ലാം നമ്മൾ കഷ്ടപ്പെടണം, വിഷമിക്കണം, എല്ലാ ടെൻഷനും എടുത്ത് തലയിൽ വെക്കണം, അങ്ങനെ പേടിക്കണം. അതൊക്കെയാണ്, അതാണ് അതിന്റെ ഒരു വെറുതെ. അങ്കിൾ ഇപ്പോഴും നല്ല കൂളായി ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അല്ലേ കൂളായിട്ടിരിക്കുന്നു. ഉദ്ഘാടന വേദികളിലുമൊക്കെ ഹണി റോസിനെ കാണുമ്പോൾ ഇനിയെങ്കിലും വിവാഹം കഴിച്ചുകൂടെ, എന്താണ് കല്യാണത്തെ കുറിച്ചുള്ള പ്ലാൻ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ 10 വർഷമായി തന്നെ കാത്തിരിക്കുന്ന ഒരാളെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹണി റോസ്. വിവാഹത്തെക്കുറിച്ച് കുടുംബത്തോടൊപ്പം തന്നെ ഹണി റോസ് ഉത്തരം നൽകിയിരിക്കുകയാണ്. ഈ ഉത്തരം തന്നെയാണ് സോഷ്യൽ മീഡിയയും ആരാധകരും ഏറ്റവും അധികം കാത്തിരുന്നത്. വിവാഹം കഴിക്കുന്ന ആൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള ആളായിരിക്കണം, എപ്പോഴായിരിക്കും വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഹണി റോസ് മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ്. അങ്കിൾക്ക് എങ്ങനെയുള്ള ഒരു മരുമാനെ കിട്ടണം എന്ന് ആഗ്രഹം? അങ്കിളിനെ പോലെ തന്നെ കൂളായിട്ട്
അതൊന്നും ഞാനിപ്പോ പറയില്ല. വരട്ടെ വരട്ടെ, പ്രാർത്ഥന മാത്രം അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാനിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും. എല്ലാം ദൈവം. ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചേ തീരൂ. അതെ, സമയമാകുമ്പോ എല്ലാം നടക്കും അല്ലേ? സമയത്തിന്റെ ആ ഒരു കറക്റ്റ് ആകുമ്പോ നടക്കും. ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉണ്ടാക്കാറുള്ളത് അമ്മയായിട്ടാന്ന് തോന്നണം അല്ലേ? എല്ലാരും തന്നെ അച്ഛൻ, പെൺകുട്ടികൾ എപ്പോഴും അപ്പന്മാരോടാണ് കൂടുതൽ അടുപ്പം അല്ലെ? എന്തെങ്കിലുമൊക്കെ കുശുമ്പൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരോടാ തീർക്കാറ്. അങ്ങനെ അമ്മയായിട്ട് വഴക്കിട്ടിട്ട് എന്തോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് ഈ വീട്ടിൽ വഴക്കുണ്ടാവണമെങ്കിൽ അത് ഈ ഭാഗത്തുനിന്ന് മാത്രമേ വഴക്കുണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു അഭിപ്രായം വ്യത്യാസം അങ്ങനെയൊക്കെ വരുന്നത് ഇവിടുന്ന് ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും വരില്ല. വരത്തില്ല. ഇവര് രണ്ടുപേരും സൈലന്റ് ആണെന്നാണ് ആന്റി പറയുന്നത്. ഇവര് പറയുന്നത്, ഞാനല്ലല്ലോ പറയുന്നത്, അവര് പറയുന്നല്ലോ. അതെ, തൽക്കാലം ഞാൻ ആന്റിയുടെ പങ്ക് കൂടാ. അങ്ങനെ വഴക്ക് കൂടിയിട്ടാണോ ചേച്ചി ഒരു ദിവസം ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് ചെറുപ്പത്തിലെ? ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോഴേ കൊച്ചു കുട്ടികളും കുറച്ചുകൂടെ ഒക്കെ ആയാലും നമ്മൾ പറയുന്ന വലിയ ഇത് പ്രശ്നമായിട്ട് ഇവര് മനസ്സിലാക്കും. അതേസമയം ഇവര് നമ്മുടെ ഏജ് ഒക്കെ എത്തിക്കഴിയുമ്പം ഇത്രയും നല്ല അമ്മ ഇല്ലാന്ന്, അല്ല ഇപ്പഴല്ല ഞാൻ പറയതേ, ഇത്രയും നല്ല അമ്മ ഇല്ലാന്ന് അവര് ചിന്തിക്കും. ഇതാണ് ഈ പ്രശ്നം. അമ്മ ചിന്തിക്കുന്നത് നമ്മളൊരു 10 വയസ്സുള്ള ഒരു കുട്ടി 60 വയസ്സിൽ ചിന്തിക്കണം എന്ന് ആണ് ആഗ്രഹിക്കുന്നത്. അതൊരു ജീവിതം എക്സ്പീരിയൻസ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. ഓരോ വയസ്സിലും അവരത് സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് പോകേണ്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ പേരൻസ് ഇപ്പോഴും ചിലപ്പം ഇവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ നമുക്ക് വരാൻ പാടില്ല എന്നൊക്കെ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ആവുന്നതിന്റെ ഭാഗമായിരിക്കും. ഒറ്റ മോളും കൂടെ ആയതിന്റെ ഒരു കരുതലാണ്.